ഹലോ പള്ളിമാലി സ്റ്റുഡൻസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? പിന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പിന്നെ അസ്ട്രോണമി പറഞ്ഞപ്പോൾ എനിക്കറിയില്ല. അസ്ട്രോണമി പറഞ്ഞാൽ ഒരു പ്യൂർ സയൻസ് ആണ്. പിന്നെ വേറൊന്നുണ്ട്, അസ്ട്രോളജി പറഞ്ഞിട്ട്. അസ്ട്രോളജി പറഞ്ഞാൽ ജ്യോതിശാസ്ത്രം. അതായത് പിന്നെ അതൊരു വിശ്വാസമാണ്. അസ്ട്രോളജി പറഞ്ഞാൽ ശരിക്കും അത് ഒരു സയൻസ് അല്ല. സയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, സംസ്കൃതത്തിലും മലയാളത്തിലും ഒക്കെ ഉണ്ട്, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ പക്ഷേ അത് ശരിക്കും ഒരു സയൻസ് അല്ല. കാരണം ഇപ്പം നമ്മൾ ഈ അസ്ട്രോണമിൻ്റെ കൂടെ വളർന്നു വന്ന ഒരു സംഗതിയാണ് അസ്ട്രോളജി എന്ന്. അപ്പോൾ അസ്ട്രോണമിയിൽ പ്യൂർ സയൻസാണ്, പ്യൂർ മാത്തമാറ്റിക്സ് പ്രൂവൺ പിന്നെ ശാസ്ത്ര സത്യങ്ങളാണ് അസ്ട്രോണമി. അസ്ട്രോളജി അങ്ങനെയല്ല. അസ്ട്രോളജി പറഞ്ഞാൽ കുറേ വിശ്വാസങ്ങൾ കടന്നു. അപ്പം അന്നത്തെ ഈ അസ്ട്രോളജേഴ്സ് തുടക്കത്തിൽ എന്താ ചെയ്തത്, ഈ അസ്ട്രോണമിൻ്റെ മറ പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വരും. അസ്ട്രോണമിയിൽ ഓരോ ഗ്രഹങ്ങളുടെയും ഗ്രഹനിലയും പൊസിഷനൊക്കെ പറയുമ്പം അതിനനുസരിച്ച് ഓരോ കഥ ഉണ്ടാക്കും. അങ്ങനെ ബുക്കുകളൊക്കെ എഴുതി ഒരുപാട് പുസ്തകങ്ങൾ, ഒരു വലിയൊരു ബ്രാഞ്ചാണ് ഈ അസ്ട്രോളജി പറഞ്ഞാൽ. അപ്പം അത് നമ്മൾ വ്യത്യാസം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അസ്ട്രോണമി ആയിട്ട്. അപ്പം അസ്ട്രോണമി സയൻസ് ആണ്, മറ്റേത് അസ്ട്രോളജി പറഞ്ഞ സയൻസ് അല്ല, അതൊരു വിശ്വാസമാണ്. അപ്പം അതിൽ കുറേ ഗ്രന്ഥങ്ങളും ഒരുപാട് പഠനങ്ങളും വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായി ഈ അസ്ട്രോളജിയിൽ. സയൻസ് അല്ലെങ്കിലും അതിൽ കുറേ ആൾക്കാർ വലിയ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ട് അതിനെപ്പറ്റി വളരെ പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റി പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ലെസൺസ് ഉണ്ട്. യൂണിവേഴ്സിറ്റിയിൽ ചില ബ്രാഞ്ചുകളൊക്കെ അസ്ട്രോളജിനെ പറ്റി പഠിപ്പിക്കുന്ന ബ്രാഞ്ചുകളുണ്ട്. അപ്പം അതിൻ്റെ എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ വന്നതാണ് എനിക്കല്ല. അതൊക്കെ മതപരമായിട്ടുള്ള ഇതാണ്. ഇപ്പോൾ ഹിന്ദു മെത്തോളജിയിൽ ഈ അസ്ട്രോളജി വളരെ പ്രധാനം അല്ലേ. അപ്പം അതുകൊണ്ടാണ്. അപ്പം നമുക്കിപ്പം പിന്നെ ഒരാളെ കല്യാണം നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ, പിന്നെ എല്ലാം അസ്ട്രോളജേഴ്സ് പറയും എന്താ അതാണ് പിന്നെ അതിൻ്റെ പൊരുത്തം, പിന്നെ ഇതൊക്കെ അവരാ പറയാം. അപ്പം അതിലൊന്നും ഒരു അർത്ഥമില്ല, വെറുതെ പറയുന്ന. പക്ഷെ അത് വെറുതെ പറഞ്ഞാൽ അതിൻ്റെ ഓരോരു വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങളുണ്ട്. അത് പറയാൻ പറ്റും. അതിന് സയൻറ്റിഫിക്കലായിട്ടൊന്നുമില്ല. അതൊരിക്കലും പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇതായിട്ട് ബന്ധപ്പെടുത്താനോ സാധിക്കില്ല. അങ്ങനെയാണ് അതിൻ്റെ. അപ്പം നമ്മളിപ്പം അസ്ട്രോണമിയെ പറ്റി പറയുകയാണെങ്കിൽ അതിലൊരുപാട് ശാസ്ത്രങ്ങൾ ഇപ്പം ഈ നാസയിൽ നടക്കുന്നൊക്കെ അതൊക്കെ അസ്ട്രോണമിയായിട്ട് ബന്ധപ്പെട്ടാണ്. അവരെ പിന്നെ റോക്കറ്റുകൾ പോകുന്ന, പിന്നെ വേറെ ഗ്രഹങ്ങളൊക്കെ അവിടെ യാത്ര ചെയ്യുന്ന, അതൊക്കെ അസ്ട്രോണമിയായിട്ട് ബന്ധപ്പെട്ടാണ്. അസ്ട്രോളജിയിൽ അങ്ങനത്തെ ഒന്നുമില്ല. അസ്ട്രോളജിയിൽ ഇപ്പോൾ ഒരാൾക്ക് പിന്നെ ഞാൻ ഇതിലേക്ക് വിശ്വാസമേ ഇല്ല അസ്ട്രോളജിയിൽ. പക്ഷെ എന്നാലും ഞാൻ അതിനെപ്പറ്റി നല്ലോണം പഠിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചില ആളുകളൊക്കെ എൻ്റെ അടുത്ത് ഈ കല്യാണത്തിനൊക്കെ മുഹൂർത്തത്തിനൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട്, നമ്മളെ ഫ്രണ്ട്സ്. അപ്പം ഞാൻ അവർക്ക് മുഹൂർത്തം കുറിച്ച് കൊടുക്കും. പിന്നെ അവൾ തന്നെ പിന്നെ ഇത് പൊരുത്തം, ഭാര്യൻ്റെയും ഭർത്താവിൻ്റെയും ജാതകം കൊടുത്തിട്ട് അതിൻ്റെ പൊരുത്തമൊക്കെ ഞാൻ ചെയ്യലുണ്ട്. പക്ഷെ അത് ഒഫീഷ്യലായിട്ടില്ല. അതാണ് ഒഫീഷ്യലായിട്ട് ഞാൻ എൻ്റെ അടുത്ത ആളുകൾക്ക്, നമ്മളെ ഓഫീസിലുള്ള സ്റ്റാഫ്, അവർക്കൊക്കെ അവരെ കല്യാണത്തിനൊക്കെ ഞാൻ മുഹൂർത്തം കുറിച്ച് കൊടുത്ത്, മുഹൂർത്തം അതുപോലെ തന്നെ പൊരുത്തമൊക്കെ എഴുതി കൊടുത്ത്. പക്ഷെ അത് പിന്നെ ഒരു വിശ്വാസം, ഞാൻ പറയും വിശ്വാസമില്ല, ഇങ്ങനെ ഒരു കാര്യമാണ്. കാരണം അതിനൊരു നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പഠിച്ചാൽ ഇവിടെ നമ്മളെ ഇവിടെ എന്താ പറയുക, ഈ തിരുവനന്തപുരം കഴിഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു അസ്ട്രോളജി ഉണ്ട്, ബാലഗോപാലൻ എന്നാണ്. അയാൾക്ക് ഞാൻ എഴുതിയ കുറിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എഴുതിയ കുറിപ്പ് അപ്പം തന്നെ അയാൾ സൈൻ ചെയ്ത് കൊടുക്കും, അത് ഓക്കെ ആണെന്ന് വേണ്ടി. അപ്പം അതൊക്കെ ശരിയായിരിക്കാം, എന്താണല്ലോ. പക്ഷെ ഇതിൽ പ്യൂറായിട്ടും എനിക്ക് യാതൊരു വിശ്വാസമില്ല. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ പിന്നെ വിശ്വാസം ഇല്ലെങ്കിലും, ഫോർ എക്സാമ്പിൾ ഈ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് 2 ചുയിപ്പുണ്ടെങ്കിൽ ഒരു വീട് മാറുന്ന ചില ആൾക്കാർ, പണ്ടത്തെ വയസ്സന്മാരൊക്കെ പറയും. അതിലൊന്നൊന്നുമില്ല, വെറുതെ ഉള്ള വിശ്വാസമാണ്. അതായത് 2 ചുയുള്ള കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ വീട് മാറി വേറെ വീട്ടിൽ താമസാക്കുന്നു. പക്ഷെ അങ്ങനെ ഞാൻ കണ്ടിട്ട് പല ആൾക്കാരും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, വീട് മാറിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ അതങ്ങനെ നമ്മളെ വിശ്വാസം അങ്ങനെ ആകുമ്പോൾ അതിനെ നിമിത്തങ്ങൾ കൂടി എന്നോട് കൂടെ വരുന്നതാണ്. അപ്പോൾ അതാണ് എൻ്റെ അതിലുള്ള ഒരു സത്യമില്ലായിരുന്നു. അപ്പം അതുപോലെ തന്നെ എൻ്റെ മകള് ജനിച്ചത് തിരുവാതിര നക്ഷത്രത്തിലാണ്. തിരുവാതിര എന്ന് പറഞ്ഞാൽ പിന്നെ അത് പിന്നെ ഈ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചാൽ അതിൽ പല ഇതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇതിൻ്റെ പിന്നെ അസ്ട്രോളജിയിൽ തിരുവാതിര നക്ഷത്രത്തിൽ പെൺകുട്ടി ജനിച്ചാൽ അച്ഛൻ മരിക്കുന്ന, അച്ഛൻ്റെ ഇതുണ്ടാവുന്ന. അപ്പോൾ അത് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞാനെ കണ്ടതിൽ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് പേടിയില്ല. പക്ഷെ എന്നാലും അന്ന് ഞാൻ മരിക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്നു. അത് മരിക്കുന്നു മാത്രമല്ല പറഞ്ഞത്, അതിൽ മരിക്കോ അല്ലെങ്കിൽ അയാൾ ഭയങ്കര ചാലഞ്ചുകൾ നേരിട്ടുണ്ട്. വളരെ
ഇതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ചാലഞ്ചുകളും നേരിടേണ്ടി വരുന്നതാണ് അതിൽ പറഞ്ഞത്. ചാലഞ്ചുകൾ നമുക്ക് ഫിനാൻഷ്യലായിട്ടൊക്കെ ഉള്ളതായിരിക്കും. പക്ഷേ അതൊന്നും സംഭവിച്ചു. പക്ഷേ അവൾക്ക് 2 വയസ്സായപ്പോൾ അവളെ ഉമ്മക്ക് പിന്നെ ഇത് വന്നു, മറ്റേ ക്യാൻസർ വന്നു അല്ലേ. അപ്പോൾ ക്യാൻസർ വന്നപ്പോൾ അത് വലിയ പ്രശ്നമായി. ആ ക്യാൻസർ വന്ന് 1.5 വർഷത്തോളം, അതിനുശേഷം 1.5 വർഷത്തോളം പിന്നെ ഞാൻ കംപ്ലീറ്റ് അതിൽ എൻഗേജ്ഡ് ആയിരുന്നു. എനിക്കൊന്നും എങ്ങോട്ടും തിരിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ബോംബെയിലും അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ. അത് അബുദാബി പോയാൽ അപ്പം തന്നെ ഒരാഴ്ച ഞങ്ങോട്ട് വരും, പിന്നെ അങ്ങോട്ട് പോകും. അബുദാബിയും ഇവിടെയായിട്ട് ഇങ്ങനെ ഷട്ടിൽ കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബിസിനസ്സൊക്കെ പറ്റാണ്ട് പോയി. ബിസിനസ് പറഞ്ഞാൽ നമ്മളെ ബിസിനസ് സോഫ്റ്റ്വെയർ ബിസിനസ് അല്ലേ. ഈ സോഫ്റ്റ്വെയർ ബിസിനസ് പറഞ്ഞാൽ അതിൽ മാർക്കറ്റിംഗ് വളരെ പ്രധാനമാണ്. നമ്മളെ ബിസിനസ്സിൽ ഒരു മാർക്കറ്റിംഗ് ഒന്നും മുന്നോട്ട് പോയാൽ ഒരു പ്രൊജക്റ്റ് കഴിയുമ്പോൾ വേറെ പ്രൊജക്റ്റ് വരണമല്ല. ഈ ആളുകൾക്ക് ശമ്പളം കൊടുത്ത് നിലനിർത്തണ്ടേ. അപ്പോൾ ഒക്കെ എഞ്ചിനീയേഴ്സ് കുറേ ഉള്ളതല്ലേ. അപ്പോൾ അത് ഈ പ്രൊജക്റ്റുകൾ ഇങ്ങനെ വരുമ്പോഴായിട്ട് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ സമയത്ത് 1.5 വർഷത്തോളം ഞാൻ എൻ്റെ ശ്രദ്ധ കംപ്ലീറ്റ് പോയി. ഞാൻ കംപ്ലീറ്റ് ഇവിടെയും ബോംബെയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ അതിൽ ആ സമയത്ത് നമ്മളെ ബിസിനസ്സൊക്കെ തകർന്ന്, പിന്നെ പാർട്ട്ണർ ചേർത്ത് എന്നാലും നടന്നില്ല. അങ്ങനെ അതങ്ങോട്ട് ഫ്ലാറ്റായി. പിന്നെ ആ നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നിമിത്തങ്ങളാണ്. ഇതിങ്ങനെ അതിപ്പം പിന്നെ ഈ തിരുവാതിര നക്ഷത്രം എല്ലാം വിളിച്ചിരുന്നുകൊണ്ട് ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് അതിൽ വിശ്വാസമുള്ളവർക്ക് വലിയ പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് വിശ്വസിക്കാനുള്ള യാതൊരു കാരണവും കാണുന്നില്ല, ഒരു ലോജിക്കും ഇല്ല. അങ്ങനെയാണ്. അപ്പോൾ ഇതെന്താ ഞാൻ പറഞ്ഞത്, ചില സമയത്ത് നമ്മൾ ഓരോന്ന് പറയുമ്പോഴേ അത് അതേമാതിരി ആയി വരും ഓട്ടോമാറ്റിക്കായിട്ട്. ആയി വരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ശരിയാണല്ലോ. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരാളുണ്ട്, നമ്മളെ തിരുവന്നൂർ, നമ്മളെ പഴയ വീടിൻ്റെ മുന്നിൽ ഒരു ഇഞ്ചിൻ്റെ ഡ്രൈവർ ഉണ്ട്. അയാൾ എഞ്ചിൻ ഓടിക്കുന്ന ആളായിരുന്നു. അയാൾ പിന്നെ എന്താക്കി വെച്ചാൽ അയാൾ ചെറിയൊരു വീടായിരുന്നു. അപ്പോൾ അയാൾ പിന്നെ എന്താക്കി വെച്ചാൽ അയാൾ അവിടെയുള്ള പിന്നെ കുറേ ഈ പിച്ചക്കാർ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരെ ഒക്കെ വരുത്തിയിട്ട് അവർക്കൊക്കെ പൈസ കൊടുക്കും. പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഓരോ മാർക്കറ്റിംഗ് ചെയ്യും ഇയാൾ. എന്നിട്ട് ഇയാളെന്താ വെച്ചാൽ ഇയാൾക്ക് എന്തോ ഒരു ഇത് കിട്ടിയ ജിന്നിൻ്റെ എന്തോ കിട്ടിയെന്നൊക്കെ വേണ്ട അവിടെയൊക്കെ പ്രചരിപ്പിച്ച് അങ്ങനെ അവിടെ നിറയെ ആളുകൾ പെണ്ണുങ്ങൾ വന്നിട്ട് ഇയാളെന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം മന്ത്രിച്ചിട്ട് കൊടുത്താൽ അതിൻ്റെ സ്വക്കടൊക്കെ മാറും. അപ്പം അങ്ങനെ പിന്നെ ആളുകൾ കാരണം ഇവർ ഈ പെണ്ണുങ്ങളെ അയച്ചിട്ട് പല സ്ഥലത്തും മാർക്കറ്റ് ചെയ്യുന്നത് വേറെ ഇവിടെ ഉള്ള ആളില്ല, പുറത്തുനിന്നുള്ള ആൾക്കാർ. അവർ വന്നിട്ട് ഗ്ലാസ് വെള്ളം മന്ത്രിച്ച് കൊടുക്കും, 100 റുപ്യ ആകും. അങ്ങനെ അയാൾക്ക് വലിയ വീടൊക്കെ ഇട്ട് വലിയ ലക്ഷങ്ങൾ പോയി. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പം അതെന്താ, ഇതാണ് മനുഷ്യൻ്റെ വിശ്വാസം നിമിത്തങ്ങളും കൂടി ഒരുമിച്ച് വരുമ്പോൾ ആളുകൾക്ക് പല എല്ലാ പ്രശ്നങ്ങളും വരും, പല വിശ്വാസങ്ങളും വരും. ശരിക്കും യഥാർത്ഥത്തിൽ ഇത് അസ്ട്രോളജി പറഞ്ഞാൽ ഒരിക്കലും അസ്ട്രോണമിൻ്റെ മാതിരി. അസ്ട്രോണമി പറഞ്ഞത് മാത്തമാറ്റിക്സാണ്. മാത്തമാറ്റിക്സിൽ ലോജിക്കലി പ്രൂവൺ കാര്യങ്ങൾ മാത്രമേ അസ്ട്രോണമിയിൽ ഉണ്ടാവുള്ളൂ. അസ്ട്രോളജിയിൽ അങ്ങനെയല്ല, വിശ്വാസമാണ്. ഓരോ വിശ്വാസങ്ങൾ കെട്ടിവെച്ചിട്ട് അതിൽ കുറേ ബിസിനസ്സും ഉണ്ടാവും. കാരണം അവർ ഇതൊക്കെ എഴുതിണ്ടാക്കുന്ന ആൾക്കാർ അവരെ അതിൽ ഒരു ശാഖയായിട്ട് വളർത്തിയിട്ട് അതിനെ കൊണ്ട് പല പൈസ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും. അതിലത്ര ഇതിപ്പോൾ ഇന്ന് തുടങ്ങിയല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഉള്ള ബുക്കുകൾ അതിനെ പറ്റിയുള്ള അസ്ട്രോളജിനെ പറ്റി. അതുപോലെ അസ്ട്രോണമി തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പുള്ള പുസ്തകങ്ങൾ. അസ്ട്രോണമിയിൽ പണ്ട് ഉള്ള ശാസ്ത്രജ്ഞന്മാർ ഗലീലിയോമാർക്കുള്ള കാര്യമില്ല, 4,000 കൊല്ലം മുമ്പ് ജീവിച്ച ആളാണ് ഗലീലിയോ. അവരൊക്കെ അന്ന് തന്നെ അസ്ട്രോണമേഴ്സാണ്, മനസ്സിലല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അസ്ട്രോണമിയും അസ്ട്രോളജി എന്നുള്ളത്, അസ്ട്രോണമി പറഞ്ഞാൽ പ്യൂർ മാത്തമാറ്റിക്സ്, പ്യൂർ സയൻസ് ആണ്. അസ്ട്രോളജി പറഞ്ഞാൽ അതൊരു വിശ്വാസപരമായിട്ടുള്ള, പ്രത്യേകിച്ച് ഹിന്ദു മിത്തോളജിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്. അതിൽ വിശ്വസിക്കാൻ പാടില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനത് കുറിച്ച് കൊടുക്കേണ്ടത് ഞാൻ പറയാറുണ്ട്. എനിക്കൊരു വിശ്വാസമില്ല. ഞാൻ നിങ്ങളെ ഇത് പറയാറുള്ളത് അങ്ങനെ പലർക്കും ഞാൻ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പൊരുത്തം ഒക്കെ പിന്നെ ഈ കല്യാണത്തിന് പൊരുത്തം ഞാൻ എഴുതി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഇത് മറ്റേ കല്യാണത്തിൻ്റെ മുഹൂർത്തം പിന്നെ ഇത് മറ്റേ അങ്ങനെ പല ഇതായിട്ട് അസ്ട്രോളജിയായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും എൻ്റെ അടുത്ത പരിചയമുള്ള ആൾക്കാർ വരാറുണ്ട്. ഞാനത് എഴുതി കൊടുക്കും. അത് ശരിയാണെന്നും അവരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ശരിയാണെന്ന് അങ്ങനെ വിശ്വാസമാണ്. ഓക്കെ. അപ്പം പിന്നെ ബാക്കിയുള്ള അസ്ട്രോണമിയാണ് നമ്മളെ കാര്യങ്ങൾ തന്നെ നമ്മൾ പഠിക്കുന്ന അസ്ട്രോളജിയിലായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല, മനസ്സിലായില്ലേ. അപ്പോൾ ഇനിയും അതിനെപ്പറ്റിയുള്ള ചിന്തകളാണ്. ഇപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ, ഫോർ എക്സാമ്പിൾ ഞാൻ പിന്നെ നിങ്ങളോടൊരു കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പിന്നെ ഏതെങ്കിലും നക്ഷത്രത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരു സോളാർ സിസ്റ്റത്തെ പറ്റിയോ ഒക്കെ പറയുമ്പോഴേ അത് നിങ്ങൾക്ക് ഒരു സ്പാർക്ക് ഇട്ടുതരാണ്. ആ സ്പാർക്ക് ഇട്ടുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം, മനസ്സിലായില്ലേ. ഒരു സ്പാർക്ക് കിട്ടിയാൽ ആ സ്പാർക്ക് നിങ്ങൾക്ക് മനസ്സിലിട്ട് ആലോചിച്ചിട്ട് പിന്നെ പഠിക്കാൻ പല മീഡിയകളുണ്ടല്ലോ. ഇപ്പം ഗൂഗിളിലും മറ്റിടത്തും AI-യിലൊക്കെ നോക്കിയാൽ എല്ലാ വിവരങ്ങളും കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇട്ടിരുന്ന സ്പാർക്ക് നിങ്ങൾ പഠിച്ച് അതിനെപ്പറ്റി റിസർച്ച് നടത്തി സ്വയം പഠിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥമുള്ള വിദ്യാർത്ഥിയായി മാറുന്നത്. ഓക്കെ.
ഓക്കെ, അസ്സലാമു അലൈക്കും.